വേനലവധിയാണ്. എന്നാൽ കുടുംബവുമൊത്ത് ഒരു വൈകുന്നേരം ബീച്ചിൽ ചിലവിടാം എന്നോർത്താൽ കടലിൽ ഇറങ്ങരുതെന്നും ബീച്ചിലേക്കുള്ള യാത്ര ഒഴിവാക്കാനുമാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. കാരണമായി പറയുന്നതോ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഫലമായി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും. കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും ഈ കള്ളക്കടൽ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. എന്നാൽ എന്താണ് ഈ കള്ളക്കടലെന്നും എങ്ങനെയാണിത് ഉണ്ടാകുന്നതെന്നും നോക്കാം. അപ്രതീക്ഷിതമായുണ്ടാകുന്ന വേലിയേറ്റത്തെയാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. സാധാരണ കാറ്റിനനുസരിച്ചോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് കടലിൽ ഇത്തരം വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. ഇതിൽ മഴയോ കാറ്റോ തുടങ്ങിയ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ തന്നെ തിരമാലകൾ ഉയർന്നു പൊങ്ങും. അപ്രതീക്ഷിതമായുണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ കടലിലുണ്ടാകുന്ന വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങളും ഉണ്ടാക്കാം. ഇതിനെയാണ് കള്ളക്കടൽ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചാൽ ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്.